ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. മെയിൻ ആപ്ലിക്കേഷൻ .javaയിൽ ആഡ് ചെയ്യാം. പുതിയ പാക്കേജ് ആഡ് ചെയ്യുന്നതിനും iOS-ലാണെങ്കിൽ പോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ നമുക്ക് ഇൻഫോ ലിസ്റ്റിന് ഉള്ളിൽ നമ്മൾ ആ UI ഫോൺസ് ആഡ് ചെയ്യണം. ഇതേപോലെ വെക്ടർ ഐക്കൺ ഡിക്ഷണറി എന്ന് പറയുന്ന ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഐക്കൺസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഐ ബട്ടനാണ്. അപ്പോൾ ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഐക്കൺ സെറ്റിനകത്ത് നമുക്ക് ഐ ബട്ടൺ ഉണ്ട്. അതേപോലെ ഈ എൻറ്റിപ്പോ എന്ന് പറയുന്ന ഐക്കൺ ലിസ്റ്റിനകത്ത് ഐ ബട്ടനും ഉണ്ട്. ഐ ബട്ടൺ ക്ലോസ് ചെയ്തേക്കുന്ന ഐ ബട്ടനും ഉണ്ട്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് നമ്മളെ ആ ഒരു ഐക്കണിനെ ഇമ്പോർട്ട് ചെയ്യണം. എവിടെ നിന്നാണ്? ഫ്രം റിയാക്ട് നേറ്റീവ് വെക്ടർ ഐക്കൺസ് / ഡിസൈൻ. അത് ഇമ്പോർട്ട് ചെയ്യുക. നമുക്കിതൊന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റൺ ചെയ്യാം. ഒക്കെ നമ്മുടെ ആപ്പ് ഇപ്പോൾ റണ്ണായിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം. ഈ വെക്ടർ ഐക്കൺ യൂസ് ചെയ്യുന്നതിന് അതിന് ഉള്ള ഒരു പ്രോപ്പാണ് നെയിം. ആ നെയിം നമ്മുടെ ഈ നെയിമാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഐക്കണാണോ എടുക്കുന്നത് ആ ഐക്കണിൻ്റെ നെയിം പാസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. ഐക്കണിൻ്റെ അടുത്തൊരു പ്രോപ്പാണ് സൈസ്. നമുക്കൊരു 25 കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഐക്കൺ വന്നിട്ടുണ്ട്. ഇനിയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടെക്സ്റ്റ് ഇൻപുട്ടിന് നേരെ ആയിരിക്കണം ഈ ഐക്കൺ വരുന്നത്. അതായത് ടെക്സ്റ്റ് ഇൻപുട്ടും ഈ ഐക്കണും ഹൊറിസോണ്ടലി അലൈൻഡ് ആയിരിക്കണം. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ രണ്ടിനെയും ഒരു വ്യൂവിനുള്ളിൽ റാപ്പ് ചെയ്യുക.
എന്നിട്ട് ആ ഒരു വ്യൂവിന് നമുക്ക് ഇൻലൈനായിട്ട് സ്റ്റൈൽ ചെയ്യാം. അത് ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആക്കുക. ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആക്കിയിട്ടുണ്ട്. ഇനി അത് ഏറ്റവും ലാസ്റ്റ് സൈഡിലേക്ക് നീങ്ങി നിൽക്കാനായിട്ട് നമുക്ക് സ്പേസ് ബിറ്റ്വീൻ കൊടുക്കാം. ജസ്റ്റിഫൈ കണ്ടൻറ്റ് സ്പേസ് ബിറ്റ്വീൻ കൊടുത്തു. സെയിം അതേപോലെ തന്നെ അലൈൻ ഐറ്റംസ് സെൻറ്റർ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഐക്കൺ ഹൊറിസോണ്ടലി അലൈൻഡ് ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇമെയിലിന് ഈ ഐ ബട്ടൺ വേണ്ട, നമുക്ക് പാസ്വേഡ് ഫീൽഡിന് മാത്രം മതി. അപ്പം അത് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പ്രോപ്പ് കൂടെ പാസ് ചെയ്യാം. എന്താണ് ഈസ് പാസ്വേഡ്. ഈസ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പ് പാസ് ചെയ്യുക. അതിലേക്ക് ഇമെയിൽ ആണെങ്കിൽ ഫോൾസ് ആക്കുക, സെയിം അത് പാസ്വേഡ് ആണെങ്കിൽ ട്രൂ ആക്കുക. പാസ്വേഡാണ് ട്രൂ ആക്കുക. അതിനുശേഷം നമ്മളിവിടെ പ്രോപ്പ് എടുക്കുക. ഈസ് പാസ്വേഡ്. അതിനുശേഷം നമ്മൾ ആ ഒരു ഐക്കണ് ഈസ് പാസ്വേഡ് ട്രിപ്പിൾ ഈക്വൽ ടു ട്രൂ ആണോ നോക്കുക, അല്ലെങ്കിൽ നള്ള് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇമെയിൽ ഫീൽഡിൻ്റെ അവിടെ ബട്ടൺ ഇല്ല, അല്ല ഐക്കൺ ഇല്ല, പാസ്വേഡ് ഫീൽഡിൽ വന്നിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ ഈ ഇമെയിൽ ഫീൽഡിൽ ട്രൂ കൊടുക്കുകയാണെങ്കിൽ ഐക്കൺ വരും, പക്ഷേ നമുക്ക് ഇമെയിൽ ഫീൽഡിൽ വേണ്ട. ഇനി ഈ ഈസ് പാസ്വേഡ് ഈ ട്രിപ്പിൾ ഈക്വൽ ടു ട്രൂവിന് പകരം നമുക്ക് ജസ്റ്റ് ഈ ഈസ് പാസ്വേഡ് എന്ന് കൊടുക്കാം, അപ്പോഴും വർക്ക് ചെയ്യും. ഇതിനെ കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്ത് ഇതിനെ കുറച്ചുകൂടെ ലൈറ്ററാക്കി എഴുതാനായിട്ട് നമുക്ക് ഈസ് പാസ്വേഡ് ആൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ് കൊടുത്താലും വർക്കിംഗ് ആണ്. കാരണം എന്താ, ഈ ആൻഡ് ചെക്ക് ചെയ്യുന്നത് രണ്ടും ട്രൂ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം ലെഫ്റ്റിലെ ഇതും ട്രൂ ആണ്. ഈ ആൻഡ് ചെക്ക് ചെയ്യുന്നത് ഈസ് പാസ്വേഡ് ട്രൂ ആണെങ്കിൽ ഇത് കാണിക്കും, ഫോൾസ് ആണെങ്കിൽ ഈ ഒരു കമ്പോണൻറ്റ് വരത്തില്ല. അതേപോലെ തന്നെ നമുക്ക് ഈസ് പാസ്വേഡ് ഫോൾസ് എന്നുള്ളതിന് നമുക്ക് ഇതിവിടെ റിമൂവ് ചെയ്തിട്ട് ഈസ് പാസ്വേഡ് മാത്രം കൊടുത്താലും ഇത് വർക്കിംഗ് ആവും. അപ്പോൾ ഇത് ഈസ് പാസ്വേഡാണ്, മറ്റേതിൽ നിന്നൊന്നും പോകുന്നില്ല, അപ്പോൾ അത് ഫോൾസ് ആകും. ഫോൾസ് ആണെങ്കിൽ ഈ ഐക്കൺ കാണിക്കില്ല. ഇനി നമ്മൾ ഈ ബട്ടൺ ഇപ്പം നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നത് ഹൈഡ് ചെയ്യണം, കാരണം യൂസർ കാണണ്ട. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യാണ്, കോൺസ്റ്റ് ഷോ പാസ്വേഡ് സെറ്റ് ഷോ പാസ്വേഡ് ഈക്വൽ ടു സ്റ്റേറ്റ്. അത് നമുക്ക് ട്രൂ ആക്കി വെക്കാം. അല്ല,
അതിന് നമുക്കൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ഹൈഡ് പാസ്വേഡ്, സെറ്റ് ഹൈഡ് പാസ്വേഡ്, യൂസ് സ്റ്റേറ്റ് ട്രൂ. കാരണം നമ്മൾ ഫസ്റ്റിലേ അത് ഹൈഡാക്കി വെക്കണം. അപ്പം അതിന് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഇൻപുട്ടിൻ്റെ അടുത്തൊരു പ്രോപ്പാണ് സെക്യൂർ ടെക്സ്റ്റ് എൻട്രി. അത് നമ്മൾ ട്രൂ ആക്കി കൊടുത്താൽ യൂസ് സ്റ്റേറ്റ് ഇവിടെ ഇല്ല, അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യണം. റിയാക്ട് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്യണം. യൂസ് സ്റ്റേറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെക്യൂർ ടെക്സ്റ്റ് എൻട്രി ട്രൂ ആക്കിയിട്ടുണ്ട്. ട്രൂ ആക്കുമ്പം ഇമെയിൽ ടൈപ്പ് ചെയ്താലും പാസ്വേഡ് ടൈപ്പ് ചെയ്താലും അത് ഹൈഡായി പോകുന്നുണ്ട്. ഹൈഡെന്ന് വെച്ചാൽ അവിടെ നമുക്കൊരു ഡോട്ട് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ സെക്യൂർ ടെക്സ്റ്റ് എൻട്രി നമ്മളെപ്പോഴാണത് അതിൻ്റെ വാല്യൂ കൊടുക്കുന്നത്, നമ്മൾ ഈ ഹൈഡ് പാസ്വേഡ് എന്നുള്ളത് അതിൻ്റെ വാല്യൂ ആയിട്ട് കൊടുത്തു. ഈ ഹൈഡ് പാസ്വേഡ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, അതിൻ്റെ വാല്യൂ കൊടുക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇത് പാസ്വേഡ് ഫീൽഡ് ആണോ എന്ന് നോക്കണം. പാസ്വേഡ് ഫീൽഡ് ആണെങ്കിൽ ഹൈഡ് പാസ്വേഡ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫോൾസ് ആക്കി കൊടുക്കും. ഇപ്പോൾ നമുക്ക് ഇമെയിൽ കാണാൻ പറ്റുന്നുണ്ട്. പാസ്വേഡിൽ ഹൈഡ് പാസ്വേഡ് ട്രൂ ആയിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഈ ഐക്കണെ പ്രസ് ചെയ്യുമ്പം ഈ സെക്യൂർ ടെക്സ്റ്റ് എൻട്രി ചേഞ്ച് ആക്കണം. അതിന് കോൺസ്റ്റ് ഹാൻഡിൽ പ്രസ് ഐക്കൺ അങ്ങനെ ഒരു ഫങ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൽ സെറ്റ് ഹൈഡ് പാസ്വേഡ് ഫോൾസ് ആക്കുക. ഈ ഫങ്ഷന് നമുക്ക് ഇവിടെ ഓൺ പ്രസ്സിൽ കോൾ ആക്കാം. ഇപ്പോൾ അത് വർക്കിംഗ് ആകുന്നുണ്ട്. ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ റീഫ്രഷ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് ഫീൽഡിൽ മാത്രം ഐ ബട്ടൺ കാണിക്കുന്നുണ്ട്. നമ്മൾ ഒരു പാസ്വേഡ് അടിച്ചു, അത് കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്തു, അപ്പോൾ അത് കാണാൻ പറ്റി. പക്ഷേ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിസിബിൾ ആകുന്നില്ല. നമുക്ക് വേറൊരു ഐക്കൺ എടുക്കാം. ഫോണ്ടോസും ഈ ഫോണ്ടോസും സെയിം നമ്മൾ ഈ ഐക്കൺ എടുത്ത പോലെ തന്നെ അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ശേഷം ഐ ഓപ്പൺ ഐ സ്ലാഷ് ഓക്കെ. ഇപ്പോൾ നമുക്ക് നമ്മുടെ പാസ്വേഡ് കാണാം. അപ്പോൾ നമുക്ക് ഈ ഐ സ്ലാഷിൻ്റെ ബട്ടൺ വന്നു ഹൈഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തു, അപ്പോൾ അത് ഹൈഡായി. ഹൈഡ് ചെയ്തപ്പം വിസിബിൾ ആകാൻ വേണ്ടി ഐയുടെ ബട്ടൺ വന്നു. അപ്പോൾ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം കാണാം. അപ്പം അടുത്തത് അത് ഹൈഡ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്യാം. സെയിം വിസിബിൾ ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് വർക്കിംഗ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഫോണ്ട് വെക്റ്റർ ഐക്കൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിയാക്ട് നേറ്റീവിൽ.
നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ലോഗിൻ സ്ക്രീനിൽ നമുക്കൊരു ബട്ടൺ വേണം.